സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സമർപ്പിച്ച ഉദ്യാന വികസന മാസ്റ്റർ പ്ലാനിന് അംഗീകാരം ലഭിച്ചതിനാൽ മലമ്പുഴയുടെ മുഖച്ഛായ മാറും. സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനവും പരിസരവും കൂടുതൽ ആകർഷണീയമാക്കുന്നതിന് ഈ പദ്ധതി സഹായകമാകും. സംസ്ഥാന സർക്കാരിന്റെ ശ്രമഫലമായാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. മലമ്പുഴ ഉദ്യാനത്തെ 30 മേഖലകളായി തിരിച്ചാണ് 75,87 ലക്ഷം രൂപയുടെ നിർമ്മാണം നടത്തുക. വിനോദസഞ്ചാരികൾക്ക് ഓൺലൈൻ ബുക്കിംഗ്, താമസവും ഭക്ഷണവും, യാത്രാ സൗകര്യങ്ങൾ, അത്യാധുനിക ശൗചാലയങ്ങൾ, മാലിന്യ സംസ്കരണ പദ്ധതികൾ, തീം പാർക്കുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ ഒരുക്കും. മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ഇടപെടലും പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാൻ സഹായിച്ചുവെന്ന് മലമ്പുഴ MLA എ. പ്രഭാകരൻ. എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുമായിട്ട് ഇതിനൊക്കെ മറുപടി അദ്ദേഹമാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിതിൽ ഒരു നല്ലൊരു പ്രപ്പോസൽ തയ്യാറാക്കിയിട്ട് നമുക്ക് കേന്ദ്ര ടൂറിസം വകുപ്പിന് സമർപ്പിക്കാം. അങ്ങനെ ഒരു അക്രഡിറ്റഡ് ഒരു ഏജൻസിയെ വെച്ച് ഇതിൻ്റെ ഒരു DPR തയ്യാറാക്കി. എന്നിട്ട് ചിത്ര കളക്ടറുള്ള സമയത്ത് ഇവിടെ കളക്ടറേറ്റിൽ വെച്ചിട്ട് അവരതിൻ്റെ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഏകദേശം നമുക്കതിൽ എതിർപ്പ് പറയാനൊന്നുമില്ല, ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. അതാണ് 74.66 കോടി രൂപയുടെ കേന്ദ്ര ടൂറിസം വകുപ്പ് ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാക്കി അയച്ച അതിന് അംഗീകാരം തന്നു. പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതിന്റെ അവകാശവാദവുമായി BJP പ്രചരണം നടത്തുന്നുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ഇതൊന്നും ഇവിടുത്തെ BJPക്കാരും അറിയില്ല, ഇവിടുത്തെ ഒരു മനുഷ്യരും അറിയില്ല. അത് അംഗീകാരം കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വൈകിട്ട് പബ്ലിസിറ്റി ഒന്നും വേണ്ട, ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അതിൻ്റെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കൊരു പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് ഇരുന്നത്. അപ്പോഴേക്കും ഇവിടെ ബോർഡായി പ്രചരണമായി എന്തോ കേന്ദ്ര ഗവൺമെൻറ് ഇത് അംഗീകരിച്ച് പറഞ്ഞു. ഇത് ഔദാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തപ്പോൾ അതവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചില സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് അംഗീകരിച്ച് കിട്ടിയത്. അടുത്ത വർഷത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.